ഈയിടെയായി ലീഗ് സമസ്ത ഭിന്നത അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലീഗിനും സമസ്തയ്ക്കും ഇടയിലെ അകൽച്ച സമസ്ത ലീഗ് വിട്ടുപോകാനുള്ള കാരണമാകുമോ എന്ന ഭയം ലീഗിനുണ്ട്. എന്നാൽ ലീഗിന് നിലനിൽക്കണമെങ്കിൽ സമസ്തയുടെ പിൻബലം ആവശ്യമാണ്. അതല്ല എങ്കിൽ സമസ്ത ലീഗിനെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതോടെ ലീഗ് തകരുന്നതാണ്. പക്ഷേ ലീഗിന്റെ ഭാഗത്തു നിന്ന് സമസ്തയ്ക്ക് വേണ്ടത്ര ബഹുമാനം ലഭിക്കുന്നില്ല എന്ന വിലയിരുത്തലാണുള്ളത്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നിലവിൽ ലീഗ് സമസ്ത പ്രശ്നം പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജമായത്തെ ഇസ്ലാമിയുടെ മുഖമാസികയായ പ്രബോധനത്തിന്റെ ഒരു ലേഖനം ഇപ്പോൾ ചർച്ചയാവുകയാണ്. സമസ്തയ്ക്കെതിരെയാണ് ആ ലേഖനം നൽകിയിരിക്കുന്നത്. സമസ്തയ്ക്ക് രാഷ്ട്രീയ താല്പര്യം കൂടുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു ലേഖനത്തിന് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മറുപടി പറയുകയാണ് MLA ആയ KT ജലീൽ. സമസ്തയുടെ ചോരയ്ക്ക് മൗദൂദികളുടെ വെമ്പൽ എന്ന തലക്കെട്ടോടുകൂടി ആരംഭിക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സമസ്തയിൽ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ ജിഫ്രി തങ്ങൾ പ്രസിഡന്റായ ശേഷമാണ് ഉണ്ടായതെന്ന ജമായത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനത്തിന്റെ നിരീക്ഷണം സുന്നികളെ തകർക്കാനുള്ള മൗദൂദിസ്റ്റുകളുടെ കുതന്ത്രമാണ്. വെൽഫെയർ പാർട്ടി രൂപം കൊള്ളുന്നതുവരെ ഇടതുപക്ഷ മുന്നണിയെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമായത്തെ ഇസ്ലാമി പിന്തുണച്ചിരുന്നത് മൗദൂദിസ്റ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണോ എന്ന് പ്രബോധനം വ്യക്തമാക്കണം. ഇടതുമുന്നണിയിൽ കയറിപ്പറ്റാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും നടക്കാതെ വന്നപ്പോഴാണ് ജമായത്തെ ഇസ്ലാമിയുടെ കമ്മ്യൂണിസ്റ്റ് വിരോധം അണപൊട്ടി ഒഴുകാൻ തുടങ്ങിയത്. പുതിയ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിക്ക് UDFൽ ചേക്കേറാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയനായ അധ്യക്ഷൻ സെയ്ദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മെക്കിട്ട് കയറാനുള്ള ജമായത്തെ ഇസ്ലാമിയുടെ ഹീനമായ നീക്കം. എന്നു മുതൽക്കാണ് ജമായത്തെ ഇസ്ലാമിയുടെ ശത്രുപട്ടികയിൽ ജിഫ്രി തങ്ങളെ എഴുതി ചേർത്തത്? പൗരത്വ സമരത്തിൽ ജിഫ്രി തങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടതിന് ശേഷം ആ സമ്മേളനത്തിൽ ഡോക്ടർ ഹുസൈൻ മടവൂരും പങ്കെടുത്തിരുന്നല്ലോ. എന്തേ അതിനെ ജമായത്ത് പ്രസിദ്ധീകരണം മുജാഹിദ് പ്രസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷനായി കണ്ടില്ല? കഴിഞ്ഞ 8 വർഷമായി സർക്കാരിന്റെ ഒരു പരിപാടിയിലേക്കും ജമായത്തെ ഇസ്ലാമി ക്ഷണിക്കപ്പെടാറില്ല. ജിഫ്രി തങ്ങൾ പങ്കെടുത്ത മലപ്പുറം സമ്മേളനത്തിലേക്കും ജമായത്ത് ഒഴികെ എല്ലാ മുസ്ലിം സംഘടനകളെയും ക്ഷണിച്ചിരുന്നു. എല്ലാവരും വന്നു. ഇന്ത്യയിൽ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടിയുള്ള ഏക മതസംഘടനയാണ് ജമായത്തെ ഇസ്ലാമി. തല മതവും വാല് രാഷ്ട്രീയവുമായതുകൊണ്ടാണ് സർക്കാർ ചടങ്ങുകളിലേക്ക് ജമായത്തെ ഇസ്ലാമിയെ വിളിക്കാത്തത്. അതിന്റെ കലിപ്പ് പാവം സുന്നികളോട് കാണിക്കുന്നത് എന്തിനാ? സമസ്തയിൽ CPM ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ജമായത്തെ ഇസ്ലാമിയിൽ UDF ഫ്രാക്ഷനും ഉണ്ടായിരിക്കുമല്ലോ. ഇസ്ലാമിന്റെ പേരിൽ ഇത്രയധികം ധാർമ്മിക രോഷം കൊള്ളുന്ന ജമായത്തെ ഇസ്ലാമി സ്വന്തം പത്രസ്ഥാപനത്തിൽ എന്തുതരം മതധാർമ്മികതയാണ് പിന്തുടരുന്നത്? 24 പ്രൂഫ് റീഡർമാരെ പിരിച്ചുവിട്ടതും അതിനെതിരെ ശക്തമായ സമരം നടന്നപ്പോൾ തിരിച്ചെടുക്കേണ്ടി വന്നതും മാലോകർക്കെല്ലാം അറിവുള്ളതാണ്. അതിന്റെ പ്രതികാരമെന്നോണം ജേർണലിസ്റ്റ് യൂണിയൻ നേതാക്കൾക്കെതിരെ പ്രതികാര നടപടി കൈക്കൊണ്ടത് ഏത് പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിലാണ്? സുപ്രഭാതം വളർന്നു പന്തലിച്ചാൽ മാധ്യമം വൈകാതെ പൂട്ടേണ്ടി വരുമെന്ന ഭയം ജമായത്തെ ഇസ്ലാമിക്കുണ്ട്. ഗൾഫ് സുപ്രഭാതത്തിന്റെ പ്രസിദ്ധീകരണം ഗൾഫ് മാധ്യമത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ചിന്തയും മാധ്യമ മാനേജ്മെന്റിനെ വേട്ടയാടുന്നു. അതുകൊണ്ടാണ് സുപ്രഭാതത്തിന്റെ നെടുംതൂണായ ജിഫ്രി തങ്ങളെ മൗദൂദികൾ കമ്മ്യൂണിസ്റ്റാക്കി ചാപ്പുകുത്താൻ ശ്രമിക്കുന്നത്. ഹിറ സെന്ററിൽ പ്രോഗ്രാം തയ്യാറാക്കി ചില മോഡേണിസ്റ്റ് ഹുദവികളുടെ കാർമ്മികത്വത്തിൽ കോഴിക്കോട്ട് നടന്ന മലബാർ ലിറ്റററി ഫെസ്റ്റ് സുന്നിസത്തിൽ മൗദൂദിസം കലർത്താനുള്ള ശ്രമമായിരുന്നെന്ന് ആർക്കാണ് അറിയാത്തത്? ശാന്തപുരത്തും ചേന്ദമംഗലൂരിലും തിരൂർക്കാട്ടും പണ്ടത്തെ പോലെ മിടുക്കരായ കുട്ടികൾ വരാത്തതിന്റെ കുറവ് CICയെ ഉപയോഗിച്ച് സാധ്യമാക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കാനാണ് ഔദ്യോഗിക സമസ്തയ്ക്കെതിരെ ജമായത്തെ ഇസ്ലാമി വാളെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരെ കേരളീയ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അണിനിരത്തി UDFന്റെ പ്രീതി നേടാനുള്ള ജമായത്തെ ഇസ്ലാമിയുടെ നീക്കം യഥാർത്ഥ സുന്നികൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇപ്പോൾ ജമായത്തെ ഇസ്ലാമിക്കാരുടെ FB പേജുകളിലും വോളുകളിലുമെല്ലാം നിറയുന്നത് ബഹാവുദ്ദീൻ മാലയാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളുടെ പ്രകീർത്തനങ്ങളാണ്. കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ സേവനം ചെയ്യുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ ഷൈഖുന AP അബൂബക്കർ മുസ്ലിയാരാണ്. AP ഉസ്താദിന്റെ സേവനങ്ങളെ പറ്റി ഒരക്ഷരം ഉരിയാടാത്ത മൗദൂദി കുട്ടികൾ മോഡേണിസ്റ്റ് ഹുദവികളെ കുറിച്ച് സങ്കീർത്തനം ചൊല്ലുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇടതുപക്ഷ ചേരിയോട് ആഭിമുഖ്യമുള്ള അവസാനത്തെ മുസ്ലിമിനെയും വലതുപക്ഷത്ത് എത്തിക്കാൻ കരാറെടുത്ത് കേരളത്തെ ഉത്തരേന്ത്യയാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ജമായത്തെ ഇസ്ലാമിയെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കണം. മതേതര പക്ഷത്തുള്ള മുസ്ലിങ്ങളിൽ പോലും വർഗീയ വിഷം കുത്തിവെക്കുന്ന മൗദൂദികൾ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വീണ്ടും പിളർത്താൻ ബൗദ്ധിക അടിത്തറ ഒരുക്കുകയാണ്. ലോകത്തെ എല്ലാ രാജ്യത്തിലുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്തർദേശീയ തലത്തിൽ നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യം ലോക മുസ്ലിങ്ങൾ കണ്ടതാണ്.
സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തെ സർവാത്മന അംഗീകരിച്ചവരുടെ കൂട്ടത്തിൽ ചൈന ഉൾപ്പെടെ നിലവിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും റഷ്യ അടക്കമുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഉണ്ടെന്ന് മതഭ്രാന്തിന്റെ ആശയാടിത്തറ പാകാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ജമായത്തെ ഇസ്ലാമിക്കാർ മനസ്സിലാക്കണം. കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരന്റെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ച് ഒരു FIR തയ്യാറാക്കിയാൽ അത് പിണറായി വിജയന്റെ അറിവോടെയാണ് ചെയ്യുന്നതെന്ന് കള്ളപ്രചരണം നടത്തുന്നവർ പൊറുക്കാനാവാത്ത പാപമാണ് മുസ്ലിം സമൂഹത്തോട് ചെയ്യുന്നത്. പിണറായി വിജയൻ ഇസ്ലാമോഫോബിക് ആണെന്ന് മുദ്രയടിക്കുന്ന പ്രബോധനം കേരള രാഷ്ട്രീയത്തിലെ ചാപിള്ളയായ വെൽഫെയർ പാർട്ടിക്ക് ജീവൻ വേപ്പിക്കാൻ നടത്തുന്ന നെറികെട്ട പ്രവൃത്തിയെ മുസ്ലിം സമൂഹം തിരിച്ചറിയും. പിണറായിയെക്കുറിച്ച് കേരളത്തിലെ ഇരുവിഭാഗം സുന്നികൾക്കോ മുജാഹിദുകൾക്കോ തബ്ലീഗ് ജമായത്തിനോ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്കോ ഇല്ലാത്ത അഭിപ്രായം ജമായത്തെ ഇസ്ലാമിക്ക് മാത്രം എങ്ങനെയാണ് ഉണ്ടായത്? CPM മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന അഭിപ്രായം മൗദൂദിസ്റ്റുകൾക്കല്ലാതെ മറ്റേതെങ്കിലും മുസ്ലിം സംഘടനയ്ക്ക് ഉണ്ടോ? ലോകായുക്ത സിറിയക് ജോസഫ് നടത്തിയ അന്യായമായ വിധി പൊക്കിപ്പിടിച്ച് സുന്നി വിഷയത്തിൽ എനിക്കെതിരെ പോരിനിറങ്ങിയ മൗദൂദിസ്റ്റുകളോട് ഒരു വാക്ക്. സിറിയക് ജോസഫിന്റെ എന്നെ കുറ്റക്കാരനാക്കിയ വിധിക്കെതിരെയും അയാൾ നീതിന്യായ നിർവഹണത്തിൽ ചെയ്ത അഴിമതികൾക്കെതിരെയും അദ്ദേഹത്തിന്റെ അവിഹിത സമ്പാദ്യങ്ങളെക്കുറിച്ചും അധികാര ദുർവിനിയോഗം നടത്തി അഭയ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ നടത്തിയ ഗൂഢനീക്കങ്ങളെ സംബന്ധിച്ചും പലതവണ പരസ്യമായി പറഞ്ഞിട്ടും എഴുതിയിട്ടും എനിക്കെതിരെ ഒരു നിയമ നടപടിക്ക് സിറിയക് ജോസഫ് തുനിയാത്തത് താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായതുകൊണ്ട് തന്നെയാണ്. എല്ലാ തെളിവുകളും ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെയും എന്റെയും കയ്യിലുണ്ട്. ജോമോനും ഞാനും സിറിയക് ജോസഫിനെതിരെ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായി ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഞങ്ങൾക്കെതിരെ അദ്ദേഹം കേസ് കൊടുക്കുമായിരുന്നു. ഉപലോകായുക്തയെ കൊണ്ട് നിർബന്ധിച്ചാണ് എനിക്കെതിരെയുള്ള വിധിയിൽ സിറിയക് ജോസഫ് ഒപ്പുവെപ്പിച്ചതെന്ന ആരോപണവും ഉയർന്നു കേൾക്കുന്നുണ്ട്. കരുവാരക്കുണ്ടിലെ ഒരു AIP എയ്ഡഡ് സ്കൂളിൽ നടന്നതായി ആക്ഷേപിക്കപ്പെടുന്ന ക്രമക്കേടിനെ കുറിച്ച് ഞാൻ പറയാത്തത് ലോകായുക്ത വിധിയും കാവൽ മന്ത്രിസഭയിൽ നിന്നുള്ള എന്റെ രാജിയുമാണ് കാരണമെന്നാണ് മൗദൂദി കുട്ടികളുടെ കണ്ടെത്തൽ. പണ്ട് JDTയിലെ ഹസനാജി അപമാനിച്ച് ഒന്നുമല്ലാതാക്കിയ പോലെ സുന്നി നേതാക്കളെ വഷളാക്കി നശിപ്പിക്കാനുള്ള ജമായത്തിന്റെ കുൽസിത ശ്രമത്തിന് കൂട്ടുനിൽക്കാൻ തൽക്കാലം ആളെ കിട്ടില്ല. നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും ഞാൻ അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ സുന്നികളുടെ സ്ഥാപനത്തിലുണ്ടായ വിഷയം മാത്രമല്ല, ചേന്ദമംഗലൂർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബന്ധു നിയമനങ്ങളെക്കുറിച്ചും മാധ്യമത്തിലെയും മീഡിയ വണ്ണിലെയും ജമായത്ത് നേതാക്കളുടെ മക്കളെയും മരുമക്കളെയും കുഞ്ചിക സ്ഥാനങ്ങളിൽ കുടിയിരുത്തി വൻ ശമ്പളം അടിച്ചെടുക്കുന്നതിനെ കുറിച്ചും എനിക്ക് പറയേണ്ടതായി വരില്ലേ? പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് കെട്ടിപ്പടുത്ത നിരവധി മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജമായത്തെ ഇസ്ലാമി നേതാക്കളുടെ കുടുംബ സ്വത്തായി മാറ്റിയതിനെ സംബന്ധിച്ചും എനിക്ക് വിശദീകരിക്കേണ്ടി വരില്ലേ? കരുവാരക്കുണ്ട് പ്രശ്നം ചർച്ചയ്ക്കെടുത്താൽ ജമായത്തെ ഇസ്ലാമി ദീൻ, അതായത് മതം പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിരിച്ച് മുതൽ സംഖ്യയും ലാഭവുമില്ലാതെ ഒരുപാട് ആളുകളെ ചതിച്ച് കണ്ണീര് കുടിപ്പിച്ച ഷെയർ ബിസിനസ്സുകളുടെ കഥകളെ വിസ്തരിക്കേണ്ടി വരില്ലേ? ധൈര്യമുണ്ടെങ്കിൽ ദാവൂദും ഹുസൈനും ഹിലാലും അടങ്ങുന്ന ജമായത്തെ ഇസ്ലാമിയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇസ്ലാമിക രാഷ്ട്രീയ തീവ്രവാദികൾ സ്ഥലവും സമയവും തീയതിയും നിശ്ചയിച്ചുള്ളൂ. പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാർ. ഇങ്ങനെ അവസാനിക്കുന്നു KT ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കുറിപ്പിൽ ജമായത്തെക്കുറിച്ച് പല പരാമർശങ്ങളും നടത്തിയ KT ജലീൽ ശക്തമായ രീതിയിൽ തന്നെ ജമായത്തെ വെല്ലുവിളിക്കുന്നുണ്ട്.